ഹലോ ഗൈസ്, നമ്മുടെ വീട്ടിൽ വെള്ളം കയറി. ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ്. 1 hour കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ വന്നിറങ്ങി നോക്കിയപ്പം ഗേറ്റിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വീട്ടിലോട്ട് വെള്ളം കയറാറായി നിൽക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേറ്റൊക്കെ കടന്ന് വീടിൻ്റെ സ്റ്റെപ്പ് വരെ ആയി വെള്ളം. ഇനി അടുത്ത് വീട്ടിലോട്ട് കയറാറായിയാണ് വെള്ളം നിന്നത്. മഴ വെള്ളത്തിൻ്റെ കൂടെ റോഡിൽ നിന്ന് വേസ്റ്റ് എല്ലാം ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഇവിടെയാണെങ്കിൽ എല്ലാ വേസ്റ്റും ഫുഡ് വേസ്റ്റ് ആയാലും പ്ലാസ്റ്റിക് ആയാലും എല്ലാം എടുത്ത് ഒന്നിച്ച് വേസ്റ്റ് ബിന്നിലാക്കി പുറത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വേസ്റ്റ് എടുക്കുന്ന വണ്ടി വരും. അപ്പോൾ അവരെടുത്തോണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ പൈസ കൊടുക്കണ്ട ഗൈസ്, വേസ്റ്റ് എടുത്തോണ്ട് പോകണം. വീട് മൊത്തം വെള്ളം കയറി ഗൈസ്. മഴയ്ക്ക് മുമ്പേ ഒരുവിധ സാധനമൊക്കെ ഇവിടെയൊക്കെ കാർപ്പറ്റ് ഉണ്ടായിരുന്നൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് അതൊന്നും നനഞ്ഞില്ല. ബാത്റൂമൊക്കെ ഇതേ ഈ അവസ്ഥയിലായി. ചെരുപ്പൊക്കെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. വീട് മൊത്തം വെള്ളമായി ഗൈസ്. നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് ജസ്റ്റ് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് അപ്പുറത്തെ വീട്. ഇവിടെ ചൂലെല്ലാം പോടുന്നു. ഹായ് നൈസ്. ഈ വീട് ഞങ്ങളുടെ വീടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ സെയിം ഓണറിൻ്റെയാണ് ഈ വീട്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ പോലത്തെ തന്നെ എല്ലാ സാധനങ്ങളും ഈ വീട്ടിലുണ്ട്. മൊത്തം മുങ്ങിപ്പോയി ഗൈസ്. ഇവർ മാറ്റൊന്നും എടുക്കാത്തതുകൊണ്ട് അതെല്ലാം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്ക് ഗതി പിടിച്ച അവസ്ഥയിലാണ് ഗൈസ്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരികയാണ്. ആ വണ്ടി സ്റ്റിൽ ഇപ്പോഴവിടെ ഉണ്ട്. വീട്ടിൽ വിളിച്ച് വെള്ളം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ പപ്പ ചോദിച്ചു സ്വിമ്മിംഗ് പൂളൊക്കെ കിട്ടിയല്ലോ എന്ന്. ഒരു രാത്രി മൊത്തം വെള്ളത്തിൽ കളിക്കാനായിട്ട് വീട് മുഴുവൻ സ്വിമ്മിംഗ് പൂള് പോലെയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഈ സ്ഥലമൊക്കെ നല്ലപോലെ വെള്ളം കയറിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ 2 നില വീടായതുകൊണ്ട് ഒന്നും പറ്റിയില്ല ഗൈസ്. സ്റ്റെപ്പ് മുകളിലോട്ടാണ് ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ. താഴെ ഹോള് മാത്രമേ. ഈ മാറ്റൊക്കെ നമ്മുടെ താഴെ കിടന്നായിരുന്നു ഗൈസ്. അതൊക്കെ നമ്മളെടുത്ത് നേരത്തെ മാറ്റി. പിന്നെ ഡൈനിങ് ഏരിയയിൽ കിടന്നതായിരുന്നു ഈ മാറ്റ്. അതും ഞങ്ങളെടുത്ത് മാറ്റി. മിക്സി മാത്രമേ വെള്ളത്തിലായി പോയുള്ളൂ ഗൈസ്. അന്ന് ഉച്ചയ്ക്ക് മിക്സി മാത്രം അരച്ചിട്ട് തറയിലായിരുന്നു പോയി വച്ചിരുന്നത്. അത് എടുത്ത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ മറന്നുപോയി. നല്ലപോലെ വെള്ളം കയറിയെങ്കിലും പക്ഷേ പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പരീക്ഷയായിരുന്നു ഗൈസ്. പരീക്ഷയൊക്കെ മാറ്റി വെച്ചു. എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് ഗൈസ് അവസ്ഥ. എല്ലാ വീടും ഈ ലെവലിൽ വെള്ളം മുങ്ങി ഗൈസ്. അപ്പോൾ കോളേജിൽ നിന്ന് വന്ന നോട്ടിഫിക്കേഷൻ നോക്കൂ. ഞങ്ങൾക്ക് നാളെ എക്സാം ആയിരുന്നു. എക്സാം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ പറയുന്നു ഓൾ ലെവൽസ് ഓൺലൈൻ ക്ലാസ്സസ് എന്ന്. എന്നിട്ടും അവർ ക്ലാസ് ഇല്ലാണ്ട് പോയി ആക്കുന്നില്ല ഗൈസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.